ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ നാളായി എൻ്റെ വീഡിയോസ് ഒന്നും കാണാനായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേനു എല്ലാവരും. പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഹോം ടൂർ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലേനു. ഇതിൻ്റെ മുറ്റം ഭാഗങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടേനു. പെട്ടെന്ന് തന്നെ ഹോം ടൂർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് സുഖമില്ലാണ്ടെല്ലായിപ്പോയത്. 1-2 മാസത്തോളമായി സുഖമില്ലാണ്ടായിട്ട്. അൽഹംദുലില്ലാ ഏറെക്കുറെ ഇപ്പോൾ റാഹത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ 7500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂം, നല്ലൊരു സ്വിമ്മിംഗ് പൂള്, ഡൈനിങ് ഹാള്, ലിവിങ് ഹാള്, പ്രെയർ ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ ഇതൊക്കെ അടങ്ങുന്ന നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ കാർ പോർച്ച് എന്ന് പറയുന്നത്. കാർ പോർച്ച് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് നല്ല വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ച് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് എനിക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുറ്റം തന്നെയാണ് കേട്ടോ. അത് ഒരു ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്, ഒന്നുകൂടി പറയുന്നതാണ്. അപ്പോൾ ഇതാ കയറുന്ന ആ ഒരു ഭാഗമാണിത്. ഇവിടെയും ഇങ്ങനെ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള 2 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഡോർ എന്ന് പറയുന്നത് സിമ്പിൾ ലുക്കിലുള്ള ഡബിൾ ഡോറാണ്. അതിനോടൊപ്പം തന്നെ ഇതാ ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 2 ടൈപ്പിലായിട്ട് തന്നെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഇവിടെ നല്ല എന്താ പറയുക കുഷ്യൻ ചെയറാണ് ഇട്ടിട്ടുള്ളത്. നല്ല അടിപൊളി കളറും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഏരിയ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ചെയറും ടീപ്പോയും ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് പുറത്തെ വ്യൂ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു ഏരിയ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു മുറ്റം ആരും ഒന്ന് കൊതിച്ചു പോലെ ഇങ്ങനെ കാണുമ്പോൾ മാഷാ അല്ലാഹ് നല്ല ഭംഗിയുണ്ടേനു ഈ ഒരു ഏരിയ കാണാൻ തന്നെ. പിന്നെ ഇതാ നമുക്ക് ഇവിടെയും ഇരിക്കാനുള്ള സ്പേസ് ഇവിടെയൊക്കെ കണ്ട അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കെല്ലാം ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വർത്താനം പറയാനൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് തന്നെ പറയാം. ഇനി മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള്, അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഗസ്റ്റ് ലിവിങ് ഏരിയ, പിന്നെ അതുപോലെ തന്നെ ഒരു കോർട്ട്യാർഡ്, സ്റ്റെയറിൻ്റെ ഭാഗം, ഡൈനിങ് ടേബിള്, വാഷ് ഏരിയ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള സീലിങ്ങും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയാം. മാഷാ അല്ലാഹ് ഇവിടുത്തെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള സോഫ സെറ്റും ടീപ്പോയും ഒക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാന് നല്ല മോഡലായിട്ടുള്ള ഫാനാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നല്ലൊരു കുഷ്യൻ ചെയർ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അകത്തിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പുറത്തെ വ്യൂ കണ്ട് ആസ്വദിക്കാൻ പറ്റും. അതിന് പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ, അതേപോലെ തന്നെ ഇവിടുത്തെ ഫ്ലോറിങ്ങിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് മൈക്കലാഞ്ചലോ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിൽ തന്നെ ഏറ്റവും നല്ല വില കൂടിയ ടൈപ്പിലുള്ള മാർബിളാണ് കേട്ടോ യൂസാക്കിനെ. അപ്പോൾ അതിൻ്റേതായ ഗുണം കാണാനുണ്ട്, ആ ഒരു ഭംഗി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറാന്ന് പറയാൻ പറ്റില്ല, കുറേ കളർ മിക്സിങ് ഉള്ള പോലെ. കണ്ടില്ലേ, നല്ല തിളക്കം ഉണ്ടായിനേനും നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഗ്രീൻ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും മൊത്തത്തിൽ ഇങ്ങനെ മിക്സിങ് ആയിട്ടാണ് വരുന്നുണ്ട്. അതുപോലെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല സോഫ സെറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിങ്ങും ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഒരു പ്രത്യേക മോഡലിൽ തന്നെ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ലൈറ്റും ഡിസൈനും കാര്യങ്ങളൊക്കെ വെറൈറ്റി മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടേനും ഈ ഒരു ഏരിയ കാണാൻ തന്നെ. ആ ഒരു പോട്ടും ഫ്ലവറൊക്കെ കണ്ട അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്.
കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റും അതുപോലെ തന്നെ 10 സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടേബിളും ചെയറൊക്കെ വരുന്നത്, കണ്ടില്ലേ? അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ അവരോട് ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും. കാരണം ഞാൻ പറയുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി സ്വിമ്മിങ് പൂൾ ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ കാണാൻ. ഒരു എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് തന്നെ പറയാം. അതുപോലെ ഇവിടെ ഇതാ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട്, കണ്ടില്ലേ? അവിടെ എന്നിട്ട് കർട്ടൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ രാത്രിയത്തെ സമയത്ത് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ പറയാം. ഇനി ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഫാമിലി ലിവിങ് റൂമിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസോട് കൂടിയിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഹാളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ TV യൂണിറ്റും അതിനോടൊപ്പം തന്നെ ഒരു ക്രോക്കറി ഷെൽഫും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ ആയിട്ടാണ് ഇവിടെ നിസ്കാര റൂമും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് കണ്ടുനോക്കാം അല്ലേ. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതിലിതാ 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. നമുക്കിതൊന്ന് കണ്ടുനോക്കാം.
ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത്. നല്ല സ്വർണ്ണ കളറിലായിട്ട് നല്ല ഭംഗിയുണ്ടേനും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, മാഷാഅല്ലാഹ്, അതും സൂപ്പറായിട്ടുണ്ട്. ഓരോ ഭാഗത്തുനിന്നും നമ്മളെ ലിവിങ് ഹാളിലേക്കുള്ള ഭാഗം കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു കോർട്ട്യാർഡിൻ്റെ അങ്ങനെ മേലെ കയറിയാലൊരു വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. ഇവിടെ ഫ്ലോറിങ്ങിന് ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെയും വൈറ്റിൽ ഒരു പിസ്ത ഷെയ്ഡെല്ലാം വരുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് സോഫ സെറ്റും ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സീലിംഗ് വർക്കൊക്കെ ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് ഒന്നുകൂടി ഞാൻ പറയുന്നത്, മുകളിലത്തെ ഓരോ സ്ഥലത്തെയും ഓരോ സീലിങ്ങും കാണുന്നുണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഇവിടെയൊക്കെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലായിട്ട് 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂമും ഒന്ന് കണ്ടു നോക്കിയാലോ.
അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള 3 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞില്ലേ. കിഡ്സ് റൂമൊക്കെ എന്ത് ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. കുട്ടികൾക്ക് അത് കാണുമ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു കൗതുകം തോന്നുന്ന രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ഇത് നമുക്ക് തുണിയെല്ലാം വിരിക്കാനുള്ള ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് മേലിലേക്കുള്ളത്. അതേപോലെ ഇനി നമുക്ക് ഫ്രണ്ട് ഡോറൊന്ന് തുറന്നു നോക്കാം. അതായത് ഈ സിറ്റ് ഔട്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. കണ്ടില്ലേ, അതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ഏരിയ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചെയറും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൂടെ നിന്നെല്ലാം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിന് കേട്ടോ. ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ ഭയങ്കര രസം, നല്ല സീനറി അല്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ ഇവിടുത്തെ ഈ ചെയറെല്ലാം ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെ, അതൊരു പ്രത്യേക സ്റ്റൈലിലുള്ള ഫർണിച്ചറും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുത്തെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കിച്ചൺ നിങ്ങൾക്ക് കാണണ്ടേ, കിച്ചണും അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം. എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ, ഇപ്പോൾ ഇതുപോലെ ലൈറ്റ് ആക്കൂല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ജസ്പീസ് കിച്ചൺ എന്ന എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യണേ.